നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സഞ്ജു. ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT സർജനാണ്. OPDകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓട്ടൈറ്റിസ് എക്സ്റ്റേണ ഒരുവിധപ്പെട്ട എല്ലാ ഏജ് ഗ്രൂപ്പിലും അഫക്റ്റഡ് ആവുന്നതാണ്. പക്ഷേ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറയുന്ന കണ്ടീഷനിൽ വരുന്ന ഓട്ടൈറ്റിസ് എക്സ്റ്റേണ കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടോടുകൂടിയാണ് പേഷ്യൻസ് വരാറുള്ളത്. അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ആ പേഷ്യൻറ്റിന് ചെവിയുടെ പുറത്തുള്ള ഭാഗത്ത് ഇൻഫെക്ഷൻ ആവുകയും അത് നമ്മുടെ പിന്ന എന്ന് പറയുന്ന പുറത്തോട്ടുള്ള ഈ പിന്ന ചെവിയിലും ബാധിച്ചിട്ട് പെരികോൺട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആവുകയും, അപ്പം ഇങ്ങനത്തെ രോഗികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും ചെവിയിൽ നിന്നുള്ള പഴുപ്പെടുത്ത് അതിൽ ഏത് അണുക്കളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും തൊലിയുടെ നീര് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ചെവിക്ക് ഉള്ളിൽ വെക്കുന്ന തിരി വെക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റും ആൻറ്റിബയോട്ടിക് നീര് പറ്റാനുള്ള മരുന്ന് അങ്ങനെയൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ വളരെ മൃദുവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ കറക്റ്റ് ടൈമിൽ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. താങ്ക്